പാലക്കാട് നഗരത്തിൽ അനധികൃതമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്ത നഗരസഭ. നഗരത്തിൽ PK ശശിയുടെ പാർട്ടി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് വീണ് ഇരുചക്രവാഹന യാത്രികന് പരിക്കേറ്റ വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്തതോടെയാണ് നഗരസഭയുടെ നടപടി. വിഷയത്തിൽ സർവകക്ഷി യോഗം ചേരുകയും ഫ്ലെക്സ് ബോർഡുകൾ പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും നഗരസഭാ ചെയർമാൻ P. സ്മിതേഷ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നഗരത്തിൽ അഞ്ചുവിളക്കിന് സമീപം റോഡരികിൽ അനധികൃതമായി സ്ഥാപിച്ച PK ശശിയുടെ പാർട്ടിയായ DMFന്റെ ഫ്ലക്സ് ബോർഡ് ഇരുചക്രവാഹനത്തിന് മുകളിലേക്ക് വീണ് വാഹനയാത്രക്കാരന്റെ കൈക്ക് പരിക്കേറ്റത്. വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്തതോടെ നഗരത്തിൽ അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നഗരസഭ നീക്കം ചെയ്തു. PK ശശിയുടെ DMF ഉൾപ്പെടെ റോഡ് കയ്യേറിയും മറ്റും സ്ഥാപിച്ച ബോർഡുകളാണ് നഗരസഭ മാറ്റിയത്. വിഷയത്തിൽ വരും ദിവസങ്ങളിലും കർശന നടപടി തുടരുമെന്നും പ്രശ്നപരിഹാരത്തിന് സർവകക്ഷി യോഗം ചേരുകയും ഫ്ലക്സ് ബോർഡുകൾ പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ യോഗം വിളിക്കുമെന്നും നഗരസഭാ ചെയർമാൻ P. സ്മിതേഷ് പറഞ്ഞു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്ന അടിസ്ഥാനത്തിൽ അതൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബോർഡുകൾ വരുന്നത് ഒരു ശാസ്ത്രീയമായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത് തന്നെ ഇത്തരത്തിൽ ഫ്ലക്സ് പ്രിന്റിംഗ് ഉടമകളുടെ യോഗം വിളിക്കാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്, നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഇതിനകത്തേക്ക് അവരുടെ താല്പര്യത്തോട് അവരുടെ ഒരു ഇടപെടലോടുകൂടി ഇത് കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് സർവകക്ഷി യോഗം വിളിക്കാൻ വേണ്ടി പാലക്കാട് നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. പാലക്കാട് നഗരത്തിന് പുറമെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും അനധികൃതമായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് തുടർക്കഥയാണ്. ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് മിക്കയിടത്തും വഴികൾ കയ്യേറിയും അപകടകരമായ രീതിയിലും ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ജനം, പാലക്കാട്.